ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് മൊഡ്യൂൾ 1 ഗ്രാഫ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ കുറച്ച് പോർഷൻസൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. എവിടെ വരെ ഡിസ്കസ് ചെയ്ത് നടക്കുന്നുണ്ടോ? വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഇനിക്വാളിറ്റി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യുവാണ്. ഫസ്റ്റ് ഡെഫിനേഷനാണ് എ ഡയറക്റ്റഡ് ഗ്രാഫ് is strongly connected if there is a path from A to B and from B to A whenever A and B are vertices in a graph. ഒരു ഗ്രാഫ് സ്ട്രോങ്ലി കണക്റ്റഡ് ആകുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ഗ്രാഫാണ്? ഡയറക്റ്റഡ് ഗ്രാഫ് സ്ട്രോങ്ലി കണക്റ്റഡ് ആകുന്നത് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും രണ്ട് സൈഡിലേക്കും നമുക്ക് ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുമ്പോഴാണ്. ഇതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് എന്നുള്ള കേസ്. നെക്സ്റ്റ് വൺ, എ ഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് വീക്ക്ലി കണക്റ്റഡ്. ഇവിടെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫിനാണ് പറയുന്നത്. വീക്ക്ലി കണക്റ്റഡ് എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെയിം. ഇഫ് ദർ ഈസ് എ പാത്ത് ബിറ്റ്വീൻ എവരി ടു വെർട്ടീസസ് ഇൻ ദ അണ്ടർലൈയിങ് അൺഡയറക്റ്റഡ് ഗ്രാഫ്. നമ്മൾ അണ്ടർലൈയിങ് അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനകത്തെ ഡയറക്ഷൻസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നോർമൽ ഗ്രാഫാണ് നമ്മുടെ അണ്ടർലൈൻ അണ്ടർലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ആ ഗ്രാഫിനകത്ത് നമുക്ക് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് കിട്ടുവാണെങ്കിൽ ആ ഡയറക്റ്റഡ് ഗ്രാഫ് വീക്ക്ലി കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ജിയും എച്ചും രണ്ട് ഗ്രാഫുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഡയറക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഡയറക്ഷൻസും കൂടി കൊടുക്കാം. ആദ്യം വെർട്ടെക്സ് നെയിം കൊടുക്കുവാണേ. E, C, D and E. E, C, D, E. ഡയറക്ഷൻസ് അങ്ങോട്ട് നമുക്ക് കൊടുത്തേക്കാം. ഡയറക്ഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം മറന്നു പോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജി എന്ന ഗ്രാഫിൻ്റെ ഡയറക്ഷൻസ് കൊടുത്തു. നമുക്ക് അതുപോലെ ചിഹ്നം കൊടുത്തേക്കാം. ഓക്കെ, ഡയറക്ഷൻസ് എല്ലാം ആയല്ലേ. ഇനി ഇതിനകത്ത് ഏതാണ് സ്ട്രോങ്ലി കണക്റ്റഡ്, ഏതാണ് വീക്ക്ലി കണക്റ്റഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. ജി എന്ന ഗ്രാഫ് ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫാണ്. നമ്മളിപ്പം അതിൻ്റെ കാരണം ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും നമുക്ക് രണ്ട് വശത്തേക്കും എന്താ കിട്ടുന്നുണ്ട്? പാത്ത് കിട്ടുന്നുണ്ട്. ഒന്ന് നോക്കിയോ? നമുക്കിപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു പാത്ത് നോക്കാം. എ, ബി ആൻഡ് ഡി. ഇനി നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് കിട്ടി, ഡിയിൽ നിന്ന് എയിലേക്ക് കിട്ടി, ഡി ടു ഇ, ഇ ടു എ. അപ്പോൾ നമുക്ക് കിട്ടി. ഇതുപോലെ നമുക്ക് ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും എന്താണ്? പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റഡ് ഗ്രാഫിൽ തന്നെ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ജി സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. സ്ട്രോങ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് ആണെങ്കിൽ അത് വീക്ക്ലി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സ്ട്രോങ്ലി കണക്റ്റഡ്. ഇനി എച്ച് നോക്ക്. എച്ച് സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല, വീക്ക്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. എന്തുകൊണ്ടായിരിക്കും? നോക്കിയേ, നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പാത്തുണ്ടോ? എ ടു ബി പാത്ത് കിട്ടുന്നുണ്ടോ? ബിയിൽ നിന്ന് എയിലേക്ക് പാത്തുണ്ട്, പക്ഷെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാത്ത് കിട്ടുമോ? ഇല്ല. കാര്യം എന്താ? നമുക്ക് രണ്ട് എഡ്ജസും എയിലേക്ക് വരുന്ന പോലെയുള്ളൂ. എയിൽ നിന്ന് ലീവ് ചെയ്യുന്ന പോലെ നമുക്ക് എഡ്ജ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു പാത്ത് കിട്ടുന്നില്ല. സോ ഇതെന്താ? വീക്ക്ലി കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇത് കണ്ടുപോകാൻ ശ്രദ്ധിക്കണേ. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇത് ഒരു ഡെഫിനേഷൻ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് അല്ലെങ്കിൽ സ്ട്രോങ് കമ്പോണൻസ്. The subgraph of a directed graph G. Subgraph of a directed graph G that are strongly connected but not contained in any larger strongly connected subgraphs. That is, the maximal strongly connected subgraphs are called strongly connected components or strong components of G. ഇത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് എടുക്കുന്നു. അത് സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. നമ്മുടെ ജി എന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്. ആ സബ് ഗ്രാഫ് അതിന് സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അതിനേക്കാൾ വലിയ ഒരു
സ്ട്രോങ്ലി കണക്റ്റഡ് സബ് ഗ്രാഫിലും ഇത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. കണ്ടെയ്ൻഡ് ആകുന്നില്ല എങ്കിൽ, അതായത് മാക്സിമം സ്ട്രോങ്ലി കണക്റ്റഡ് സബ് ഗ്രാഫ് ആണെങ്കിൽ അങ്ങനെ ഒരു സബ് ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് ഓർ സ്ട്രോങ് കമ്പോണൻറ്റ് ഓഫ് ജി എന്ന് വിളിക്കുന്നത്. നോട്ട് ദാറ്റ് if A and B are two vertices in a directed graph, the strong components are either the same or disjoint. അതായത് ഇപ്പോൾ നമുക്ക് എയും ബിയും വെർട്ടിക്സ് ആണെങ്കിൽ നമുക്ക് ഒരു പാത്ത് പറയാൻ പറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ഒരു കമ്പൗണ്ടിനകത്തായിരിക്കണം, അല്ലെങ്കിൽ പാത്ത് പറയാൻ പറ്റുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ വെബ് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണിത്. ഇതൊരു ചെറിയ നോട്ടായിട്ട് നമുക്കുള്ളതാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് എ വെബ് ഗ്രാഫ്. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ്, അപ്പം തന്നെ പറയും നമ്മൾ വെബ് ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ്. അത് എങ്ങനെയാണ്? സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ അണ്ടർലൈങ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ഓഫ് ദിസ് വെബ് ഗ്രാഫ് ഈസ് നോട്ട് കണക്റ്റഡ്. എന്താ അണ്ടർലൈങ് അൺഡയറക്റ്റഡ് ഗ്രാഫ്? വീക്കിലി കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അതെന്താ? നോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, but it has a connected component that includes approximately 90% of the vertices in the graph. ഒരു കണക്റ്റഡ് കമ്പോണൻ്റ് ഉണ്ട്, അത് നമ്മുടെ ഗ്രാഫിനകത്ത് 90% വെർട്ടിസസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ് ഗ്രാഫാണ്. ദ സബ് ഗ്രാഫ് ഓഫ് ദ ഒറിജിനൽ ഡയറക്റ്റഡ് ഗ്രാഫ് കറസ്പോണ്ടിങ് ടു ദിസ് കണക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് ദ അണ്ടർലൈങ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ഹാസ് വൺ വെരി ലാർജ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് ആൻഡ് മെനി സ്മോൾ വൺസ്. ഒരു വലിയ സബ് ഗ്രാഫാണ്. അണ്ടർലൈൻ കണക്റ്റഡ് ഗ്രാഫിനകത്ത് നമുക്ക് കണക്റ്റഡ് കമ്പോണൻസ് എല്ലാം വരുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലാർജ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ഏറ്റവും വലുതായിരിക്കും, നമുക്ക് കിട്ടാൻ ഏറ്റവും വലിയ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റ് ആയിരിക്കും. അതിനകത്ത് തന്നെ കുറേ കുഞ്ഞു കമ്പോണൻസ് നമുക്ക് പറയാൻ പറ്റും. ദ ഫോർമർ ഈസ് കോൾഡ് ജെയിൻറ്റ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് GSCC ഓഫ് ദ ഡയറക്റ്റഡ് ഗ്രാഫ്. എ വെബ് പേജ് ഈസ് ദ കമ്പോണൻറ്റ് can be reached from links starting at any other page in this component. This GSCC in the web graph produced by this study was found to have over 53 million vertices. അതായത് ഇപ്പോൾ നമുക്കൊരു വെബ് പേജിൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ ഒരു വെബ് പേജിൽ നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോകുന്നു, അത് ഫിൽ ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നു, അത് ഒന്നിനും ഇങ്ങനെ കണക്ട് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ജെയിൻറ്റ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് ആയിട്ടുള്ള GSCC ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 53 മില്യൺ വെർട്ടിസസ് ആണ് വരുന്നത്. ഇതൊരു ചില നോട്ടാണ്, ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പാത്ത് ഐസോമോർഫിസം. അപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ ഐസോമോർഫിസം കണ്ടിരുന്നു, അതുപോലെ തന്നെ പാത്തിനകത്ത് നമുക്ക് ഐസോമോർഫിസം വരുന്നുണ്ട്. ഡെഫിനേഷൻ ബേസിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമ്പിളിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എക്സാമ്പിളിൻ്റെ ഫിഗറോടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ രണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഗ്രാഫിന് പേര് കൊടുത്തേക്കാം. ദിസ് ഈസ് ഗ്രാഫ് G ആൻഡ് ദിസ് ഈസ് ഗ്രാഫ് H. ഓക്കെ, വെർട്ടെക്സിനോട് പേര് കൊടുത്താലേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. U1, U2, U3, U4, U5, U6, V1, V2, V3, V4, V5 ആൻഡ് V6. ഇതാണ് നമ്മൾ രണ്ട് ഗ്രാഫ്. ഇനി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കി. ബോത്ത് G ആൻഡ് H ഹാവ് 6 വെർട്ടീസസ് ആൻഡ് 8 എഡ്ജസ്. കറക്റ്റ് അല്ലേ? 6 വെർട്ടെക്സ് ഉണ്ട്, 8 എഡ്ജസ് ഉണ്ട്. ഈച്ച് ഹാസ് 4 വെർട്ടീസസ് ഓഫ് ഡിഗ്രി 3. ഡിഗ്രി 3 വരുന്ന നോക്കിയേ. ജിക്കകത്ത് 1, 2, 3, 4 ശരിയാണ്. അതുപോലെ നോക്കി ഇവിടെ ഉണ്ട് V6, V2, V5, V3. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രാഫിനകത്ത് ഡിഗ്രി 3 വരുന്ന 4 വെർട്ടെക്സ് വെച്ചുണ്ട്. 2 വെർട്ടെക്സിന് ഡിഗ്രി എന്താ വരുന്നത്? 2 ആണ്. സോ ദ 3 ഇൻവേരിയൻസ്, നമ്മൾ ഐസോമോർഫിസത്തിൽ പറഞ്ഞ 3 ഇൻവേരിയൻസ് ആണ് നമ്പർ ഓഫ് വെർട്ടീസസ്. ഐസോമോർഫിക് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന രണ്ട് ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വെർട്ടീസസ് സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആയിരിക്കണം, ഡിഗ്രി ഓഫ് ദ വെർട്ടീസസ് അതും സെയിം ആയിരിക്കണം. രണ്ട് ഗ്രാഫിൻ്റെ നമുക്ക് എടുക്കും, നമ്പർ എടുക്കും. എത്ര ഡിഗ്രി ഓഫ് നമുക്കിപ്പം ഡിഗ്രി 2 വരുന്ന 2 എണ്ണം രണ്ടിടത്തുണ്ട്, ഡിഗ്രി 3 വരുന്ന 4 വെർട്ടെക്സ് വെച്ച് രണ്ടിടത്തുണ്ട്. സോ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് ഐസോമോർഫിക്, ഇപ്പം നോക്കിയാൽ 3 ഇൻവേരിയൻസ് കിട്ടി. സിമ്പിൾ കാണുമ്പോൾ ഐസോമോർഫിക്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇത് ഐസോമോർഫിക് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഹവർ H ഹാസ് എ സിമ്പിൾ സർക്യൂട്ട് ഓഫ് ലെങ്ത് 3. ഒരു സിമ്പിൾ സർക്യൂട്ട് എച്ചിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ എച്ചിനകത്തൊരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ട്, ലെങ്ത് 3 ആണ്. നോക്കിയേ, V1, V2, V6,
V1 1 2 3 ലെങ്ത് 3 വരുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് കിട്ടി. പക്ഷേ ഇതേ സെയിം ലെങ്ത് വരുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് നമുക്ക് ജിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജിയിൽ നമ്മൾ എത്ര ചെറിയ സർക്യൂട്ട് കണ്ടുപിടിച്ചാലും അതിൻ്റെ ലെങ്ത് 4 ആണ് വരുന്നത്. whereas G has no simple circuit of length 3 can be determined by inspection. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കേസാണ്. അറ്റ്ലീസ്റ്റ് 4 വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. Because the existence of a simple circuit of length 3 is an isomorphic invariant. ഒരു നമ്മൾ പാത്ത് ഐസോമോർഫിസം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് സിമ്പിൾ സർക്യൂട്ട് ലെങ്ത് സെയിം ആയിട്ടുള്ളതും ഉണ്ടെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, ഐസോമോർഫിക് ആവുള്ളൂ. അതുകൊണ്ട് എച്ചും ജിയും ഐസോമോർഫിക് അല്ല. ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് പാത്ത് ഐസോമോർഫിസ് നമുക്ക് 2 ഗ്രാഫ് ജി വെച്ച് തന്നിട്ട് ആ ഗ്രാഫിൽ അവർ ഐസോമോർഫിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ നമ്പർ ഓഫ് വെർട്ടീസസ്, അടുത്തത് നമ്പർ ഓഫ് എഡ്ജസ്, അടുത്ത എന്നാ ഡിഗ്രി ഓഫ് വെർട്ടീസസ്. നെക്സ്റ്റ് വൺ എന്തായിരിക്കും? സിമ്പിൾ സർക്യൂട്ട് ലെങ്ത് ഓഫ് സിമ്പിൾ സർക്യൂട്ട്. ഇത് 4 സെയിം ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുള്ളൂ, ഒരു പാത്ത് ഐസോമോർഫിസം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ ചെക്ക് ഈസി വേ ആണ് കേട്ടോ. ഓക്കെ, ഓർത്തിരുന്നോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. 2 മാർക്കിൻ്റെ സെക്ഷനകത്ത് പാത്ത് ഐസോമോർഫിസം വെരിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ ഏതെങ്കിലും ഇതുപോലത്തെ 2 ഗ്രാഫ് വന്നിട്ട് ഈ 2 ഗ്രാഫുകൾ ഐസോമോർഫിക് ആണോ എന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ഇത് വരുന്നത് ഒരു ചെറിയ തിയറം ആണ്. നമ്മുടെ ആഡ്ജസൻസി മെട്രിക്സ് പഠിച്ചിട്ടില്ലായിരുന്നോ പ്രീവിയസ് ക്ലാസ്സിൽ? കുറച്ച് ക്ലാസ്സുകളായി. അപ്പം നമ്മളവിടെ ആഡ്ജസൻസി മെട്രിക്സ് പഠിച്ചായിരുന്നു. ഡൗട്ടിനെ എടുത്ത് നോക്കിയാൽ മതി. ആ ആഡ്ജസൻസി മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പാത്ത് ലെങ്ത് കണക്ട് ചെയ്ത ഒരു തിയറമാണ്. സോ പ്രൂഫുള്ള തിയറമാണ്, എക്സാമ്പിൾസും ഉണ്ട്. അതുകൊണ്ട് 5 മാർക്കിൻ്റെ സെക്ഷനകത്ത് ഈ തിയറം തന്നിട്ട് പ്രൂവ് ചെയ്യാനും എക്സാമ്പിൾ ചെയ്യാനുമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കൊക്കെ എത്താറാകുന്ന സമയത്ത് അവിടുത്തെ തിയറംസും പ്രൂഫുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് നോട്ട് ചെയ്യേണ്ട തിയറമാണ്. പക്ഷെ ഞാൻ തിയറത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് ആഡ്ജസൻസി മെട്രിക്സ് എ. നമ്മുടെ ഗ്രാഫിൻ്റെ ആഡ്ജസൻസി മെട്രിക്സ് എ ആണ്. വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡർ V1, V2, Vn of the vertices of graph with the direct or undirected edges with the multiple edges and loops allowed. ഇതിനകത്ത് ലൂപ്പ്, മൾട്ടിപ്പിൾ എഡ്ജും ഡയറക്റ്റും ഏത് ഗ്രാഫും ആക്കാം. ഇത്ര നമുക്ക് അലോഡാണ്. എന്താ ഒരു മെട്രിക്സ് എ ഉണ്ട്, ആഡ്ജസൻസി മെട്രിക്സ് ആണ്. V1, V2, Vn ആണ് നമ്മുടെ വെർട്ടെക്സുകൾ. ഇനിയുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്. അത് നമ്മുടെ കണ്ടീഷൻസ് തന്നിരിക്കുന്നതാണ്. നമുക്ക് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ലെങ്ത് ആർ ഫ്രം VI to VJ. സോറി, I സഫിക്സ് ആണ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്. വേർ R is a positive integer equals to ijth entry of A raised to R. A raised to R എന്താണ്? നമ്മുടെ മെട്രിക്സ് എയുടെ rth ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആ മെട്രിക്സിൻ്റെ ijth എൻട്രിക്ക് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ R ലെങ്ത് വരുന്ന പാത്തുകളാണ്. VIയിൽ നിന്ന് VJയിലേക്ക് R ലെങ്ത് വരുന്ന പാത്തുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ A raised to Rൻ്റെ ijth എൻട്രിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ തിയറം. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യുകയാണ്. പ്രൂവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സിലേക്ക് മൂവ് ചെയ്യാം. ചെറിയ പ്രൂഫ് കുറച്ചേ ഉള്ളൂ. ഓക്കെ, ദ തിയറം വിൽ ബി പ്രൂവ്ഡ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമ്മൾ +2 പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് ആഡ്ജസൻസി മെട്രിക്സ് എ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. V1, V2, Vn ആണ് നമ്മുടെ വെർട്ടെക്സ്, ഗ്രാഫ് ചെയ്യുന്ന വെർട്ടെക്സ്. ദ നമ്പർ ഓഫ് പാത്ത്സ് ഫ്രം VI to VJ. VA എന്ന വെർട്ടെക്സിൽ നിന്ന് VJ എന്നുള്ള വെർട്ടെക്സിലേക്ക് എത്ര പാത്തുകളുണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ 6 എടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യണേ 1 എന്നുള്ള വാല്യൂ ആണ് അല്ലേ. ലെങ്ത് 1 ആയിട്ട് നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലെങ്ത് 1 വരുന്ന ഇതൊരൊറ്റ എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മൾ VI, VJ എടുത്തിരിക്കുന്നത്. നമ്മളത് നോക്കുവാണേ. The number of paths from VI to VJ of length 1 is the ijth entry of A. നമ്മുടെ ആഡ്ജസൻസി മെട്രിക്സ് എയുടെ ijth എൻട്രിയുടെ വാല്യൂ ആണ് നമ്മുടെ ലെങ്ത് 1 ആയിട്ട് വരുന്ന പാത്തിൻ്റെ എണ്ണം. ബിക്കോസ് ദ എൻട്രി ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം VI to VJ. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ തീർച്ചയായിട്ടും പറഞ്ഞേക്കുന്നത് അനുസരിച്ച് ആ AR എന്ന് പറഞ്ഞ ആ മെട്രിക്സിൻ്റെ ijth എൻട്രി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം A എന്ന് പറഞ്ഞാൽ
A⁻1 തന്നെയല്ലേ. അപ്പോൾ ലെങ്ത് 1 വരുന്നത് എന്താ, എ എന്നുള്ള മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ijth എൻട്രി നോക്കിയാൽ മതി, എത്ര ഡിഫറെൻറ്റ് പാത്തുകൾ നമുക്ക് കിട്ടും എന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോതസിസ് എന്താണെന്ന് നോക്കാം. Assume that the ijth entry of A⁻r is the number of different paths of length r from Vi to Vj. This is the inductive hypothesis. ഇപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് ട്രൂ ആണ് നമ്മൾ സമ്മതിക്കുന്നു. നമ്മുടെ വി എയിൽ നിന്ന് വി ജെയിലേക്ക്, വെർട്ടെക്സ് വി ഐ ടു വി ജെ ലെങ്ത് ആറുള്ള ഡിഫറെൻറ്റ് പാത്തുകളുടെ എണ്ണം A⁻r എന്നുള്ള നമ്മുടെ മെട്രിക്സിൻ്റെ ijth എൻട്രി ആണ്. ഓക്കെ, ഇനി നമ്മൾ A⁻ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് അടുത്ത് എന്താ A⁻r+ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോഴാണ് നമ്മുടെ തിയറം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോവാം. A⁻r+1 എന്താ, ഈക്വൽ ടു A⁻r × A. ഇതറിയാമല്ലോ, നമ്മുടെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദ ijth എൻട്രി ഓഫ് A⁻r+1 ഈക്വൽ ടു, ഇതിനെങ്ങനെ വരുന്നത്, A⁻r എന്നുള്ള നമ്മുടെ മെട്രിക്സിൻ്റെ എൻട്രികളാണ് BIK. ikth എൻട്രി, A⁻rൻ്റെ ikth എൻട്രിയാണ് നമ്മൾ BIK എന്ന് എത്തിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ I എന്നുള്ള റോ ആണ് നമ്മൾ ചൂസിക്കുന്നത്. ith റോയിലെ വാല്യൂസ് ആണ് BI1, BI2, BIN. അതുപോലെ jth കോളം, എയുടെ jth കോളമാണ് A1j, A2j. നമ്മൾ ആ I ആൻഡ് j, ith റോയുടെ jth കോളത്തിൻ്റെ പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. BI1 × AIJ + BI2 × A2j, അങ്ങനെ BIN × ANJ. ഇതാണ് നമ്മുടെ I ആൻഡ് j, I റോവും j കോളവും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, അതാണ് നമ്മുടെ ijth എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, വേർ BIK is the ikth entry of AR. By inductive hypothesis എന്താ, BIK is the number of different paths of length r from VI to VK. VI to VK എന്നുള്ള വെർട്ടെക്സ്, ഇവർ നമ്മളോട് ഡിഫറെൻറ്റ് പാത്തുകളുടെ എണ്ണം എന്താ, BIK എന്നുള്ള വാല്യൂ ആണ്. അത്ര വരെ ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ കാര്യം. ഇൻഡക്ഷൻ ആണ് എന്ന് പറഞ്ഞാലും സ്റ്റെപ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് എൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് പോവാം. A path of length r+1 from Vi to Vj is made up of a path of length r from Vi to some intermediate vertex Vk. വിയിൽ നിന്ന് വികെയിലേക്ക് നമുക്ക് r ലെങ്ത് ഉള്ള ഒരു പാത്ത് കിട്ടി. ആൻഡ് എഡ്ജ് ഫ്രം Vk to Vj, ഒരെഡ്ജ് വികെയിൽ നിന്ന് വിജയിലേക്ക് ഒരെഡ്ജും കൂടെ കിട്ടി. അപ്പോൾ എന്തായി, r+1 ലെങ്ത് ഉള്ള ഒരു പാത്ത് നമുക്ക് കിട്ടി. ബൈ ദ പ്രൊഡക്റ്റ് റൂൾ ഓഫ് കൗണ്ടിങ്, the number of such paths is the product of the number of paths of length r. വിയിൽ നിന്ന് വികെയിലേക്ക് r ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് അതെത്താൻ നിൽക്കുന്നത്, നമ്മുടെ ikth എൻട്രി എന്താ, BIK പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം Vk to Vj എന്താ, AKJ. Vk to Vj നമുക്ക് കിട്ടുന്ന പാത്തുകളുടെ AKJ ആണ്. VI to VK കിട്ടുന്ന 6 ഡിഫറെൻറ്റ് പാത്തുകളുടെ BIK ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ഡിഫറെൻറ്റ് പാത്ത് VIയിൽ നിന്ന് VKയിലേക്ക് വെക്കുന്നത്. അതെന്താണ്, BIK × AKJ എന്ന് പറയുന്നത് എന്താ, ഒരു വാല്യൂ വിത്ത് സഫിക്സ് ij വരും. CIJ എന്ന് വെക്കുക. ആ എണ്ണമായിരിക്കും എന്താ വരുന്നത്, ആ ijth എൻട്രി ആയിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നത്, r ലെങ്ത് ഉള്ള നമ്മുടെ പാത്തുകളുടെ r+1 ലെങ്ത് വരുന്ന പാത്തുകളുടെ എണ്ണം. ഓക്കെ, when these products are ordered for all possible intermediate vertices K, there is a result followed by the sum rule of counting. Sum rule of counting ഒക്കെ നമുക്കിപ്പോൾ പഠിക്കാനാണ്. നമുക്ക് തിയറം ഇത്രയും സ്റ്റേറ്റ് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് തിയറം ഇങ്ങനെ തന്നെ കാണാതെ പഠിച്ചിട്ട് എഴുതാം. ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ചു വെച്ച് എഴുതിയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, എക്സാമ്പിളോട് നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ കുറേ തവണ കണ്ട ഗ്രാഫാണ് ഇതിപ്പം. കുറച്ച് ഈസി ആയിട്ടുള്ള ഗ്രാഫ്, അതുകൊണ്ട് ഇത് എടുത്തേക്കുന്നേ. ഓക്കെ, നമുക്ക് വെർട്ടെക്സിൻ്റെ പേര് കൊടുത്തേക്കാം A, B and C. ഇനി നമ്മുടെ ഈ വെർട്ടെക്സിൻ്റെ ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് നേരത്തെ തന്നെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓരോന്നും ഇവിടെ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതായ കാരണം ഞാൻ ഡയറക്റ്റ് എഴുതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എ മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ് ആണ്. ലൂപ്പ് ഇല്ലാത്തതാണ്. A to A 0, A to B 1, A to C 1, A to D ഉണ്ട്, ഇല്ല 0. B to A 1, B to C 1 അല്ലേ, ഇത് C ആണല്ലോ, CA 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെഴുതുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇത് A B C D, ഇത് A B C D. A to A ലൂപ്പിൽ അതുകൊണ്ട് 0,
എ ടു ബി ഉണ്ട്, എ ടു സി ഉണ്ട്, എ ടു ഡി ഇല്ല. അതുപോലെ ബി ടു എ ഉണ്ട്, ബി ടു ബി ഇല്ല, ബി ടു സി ഇല്ല, ബി ടു ഡി ഉണ്ട്, സി ടു ബി, സി ടു എ 1, സി ടു ബി 0, സി ടു സി 0, സി ടു ഡി ഉണ്ട്. അതുപോലെ നമുക്ക് ഡിയുടെ കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകണം. നമ്മുടെ ആറിൻ്റെ വാല്യൂ ആയിട്ട് 4 എടുക്കുന്നു. അതായത് പാത്തിൻ്റെ ലെങ്ത് 4 വരുന്ന ഒരു നമുക്ക് തന്നെ കണ്ടുപിടിക്കണ്ടേ. ഇപ്പം ഒരു രസത്തിന് എയിൽ നിന്ന് ഡിയിലേക്ക് കണ്ടുപിടിക്കാം. എ ടു ഡി, എ ഇവിടെ, ഡി ഇവിടെ. ഈ എ ടു ഡി വരുന്ന പാത്ത് കണ്ടുപിടിക്കേണ്ടത് പാത്ത് ലെങ്ത് 4 ആയിരിക്കണം. എ ടു ഡി വരുന്ന പാത്തുകൾ ലെങ്ത് 4 വരുന്ന എ ടു ഡി പാത്തുകളുടെ എണ്ണം എത്ര കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ കണ്ടുപിടിക്കണ്ടേ? A⁴ കണ്ടുപിടിച്ചാൽ പോരെ. A⁴ കണ്ടുപിടിച്ചിട്ട് എ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്നത് എയുടെയും ഡിയുടെയും ഒരുമിച്ചിരുന്ന് എവിടെ ആയിരിക്കും? എയും ഡിയും. എ ഡി എന്നുള്ള എവിടെയാണ്? ഇവിടെ വരും അല്ലേ? ഓക്കെ. അപ്പം ഈ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് A⁴ ഏത് വാല്യൂ ആണ് വരുന്നത് നോക്കുക. ആ കൗണ്ട് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് വരുന്നത്. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. A 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ. ഇതാണ് നമ്മുടെ A⁴ തന്നെ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്തെടുക്കുക. എടുത്ത് എന്ത് കിട്ടും? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചേണ്ടേ. കിട്ടാൻ റിസൾട്ട് ഇതാണ്. A⁴ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. നോക്കിക്കേ, എ ഡി, എ കോമ ഡി വരുന്നത് എവിടെയാ? ഇതല്ലേ? 8 കിട്ടിയിരിക്കുന്നത്. അതായത് 8 ഡിഫറെൻറ്റ് പാത്തുകളായിരിക്കും നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആകും. ഓക്കെ, താങ്ക് യു.